ഹായ് ഫ്രണ്ട്സ്, സീ4 ടിവിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് ലീവായതുകൊണ്ട് ഇത് വീട്ടിൻ്റെ ഒരു ടാപ്പിൻ്റെ അവസ്ഥ ചെയ്തിട്ടില്ലേ. പ്ലംബറൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ടാപ്പിൻ്റെ അവസ്ഥ ഇത് ഓഫാക്കിയാലും പൂർണ്ണമായിട്ട് ഓഫാവില്ല. പിന്നെ ചെറിയൊരു പോയിന്റിലൊക്കെ നിൽപ്പിക്കണം. ഈ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഇതിൻ്റെ ലീക്ക് നിൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇതിലേക്ക് വെള്ളം വരുന്ന വാൾവ് അത് ഓഫ് ചെയ്ത് വരിക. നമ്മുടെ വീടിൻ്റെ പുറകെ സൈഡിലാണ് വാൾവ് ഉള്ളത്, മെയിൻ വാൾവ്. ഇത് നമ്മൾ ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫാക്കി വെച്ചിട്ടുണ്ട്. തിരികെ വന്നു. അതിനുശേഷം ഫസ്റ്റ് ഈ സ്ക്രൂ അഴിച്ച് കളയുക. ഇവിടെ അല്ല, ഇതിന് മുകളിൽ ഒരു കപ്പ് ഉണ്ടാവും. ഞാൻ ആ കപ്പ് അഴിച്ച് കളഞ്ഞതാണ്. ഇതൊട്ടൊരു കപ്പ് ഉണ്ടാവും ഷോപ്പ് ചെയ്ത്. നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കിയാൽ ഈ ഭാഗം തിരിച്ചിങ്ങ് വരും. അതിനുശേഷം ഇതാ ഇവിടെ കാണുന്ന ഈ സ്ക്രൂ ഇല്ലേ, അത് ഇടത്തോട്ട് തിരിക്കാം. ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുമ്പോൾ അത് അഴിഞ്ഞു വരും. അതിനുശേഷം ഈ ഒരു കവറും കൂടെ നമ്മൾ അഴിച്ചിങ്ങെടുക്കുക. ഇതാ നമ്മളെ നോവില്ലേ, അത് അഴിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു നമുക്ക് സ്പാനർ പിടിക്കാനുള്ള സ്ഥലമുണ്ട് ഈ ഭാഗത്ത്. അത് ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഇതുമാതിരി മങ്കി പ്ലെയറോ അത് ഇടത്തോട്ട് തന്നെ തിരിക്കണം. ഇതുപോലെ അഴിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ സംഭവം. ഈ ഒരു ചെറിയ സാധനമാണ് നമ്മൾ ഓൺ ഓഫ് ആക്കുന്നത്, വെള്ളത്തിന് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെറിയ ലീക്കൊക്കെ നേരത്തെ വന്നപ്പോൾ ഞാൻ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റിയായിരുന്നു, പക്ഷെ അത് പോയി. ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ഓൺ ഓഫ് ആക്കുന്ന സാധനം. ഇതിന് സ്പിൻഡിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരിൽ അറിയാമെന്നറിയില്ല. ഇതാ സംഭവം. ഇത് ഒരെണ്ണം ഞാൻ വേറെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇടുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ മറ്റൊരു സ്പിൻഡിലായത്. ഇത് ഞാൻ വേറൊരു ആംഗിൾ കോക്ക് കംപ്ലൈൻ്റ് ആയ ആംഗിൾ കോക്കിൻ്റെ അന്ന് അഴിച്ചെടുത്തത്. അതല്ലാതെ നമുക്ക് പുതിയ വാങ്ങിക്കണമെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഷോപ്പിൽ പോയാൽ 70-80 രൂപക്ക് കിട്ടും തോന്നുന്നുണ്ട്. അത്രേ റേറ്റ് ഉള്ളൂ. പുതിയൊരെണ്ണം വാങ്ങിക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, തിരിച്ചങ്ങോട്ടേക്ക് ഇടുക. ഇത് ജസ്റ്റ് നേരത്തെ പോലെ ഒന്ന് ടൈറ്റ് കൊടുക്കുക. അധികം ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റബ്ബർ കംപ്ലൈൻറ്റ് ഇത്രയും മതി. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ലീക്ക് റെഡിയാണെന്ന് ചെക്ക് ചെയ്യണ്ടേ. ഞാനത് വാൾവ് ഓണാക്കിയിട്ട് വരാം. ഓക്കെ, വാൾവ് ഓണാക്കട്ടെ. ചെറിയ ടൈറ്റ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഓണാക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ലീക്കൊന്നും കാണുന്നില്ല. റെഡിയാണ്. ഇതിൻ്റെ അടിവാറിന് കുറച്ച് ലീക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്പിൻഡിൻ്റെ ലീക്കല്ല, ഇവിടെ ഇങ്ങോട്ടുള്ളൊരു ഇതാണല്ലേ, അവിടെയുള്ള ലീക്കാണ്. അപ്പോൾ നമുക്കിത് ഓഫാക്കിയാൽ അത് നിൽക്കണമല്ലോ. സാവധാനത്തിൽ നിൽക്കുന്നുണ്ട്. സാധനത്തിൻ്റെ കംപ്ലൈൻ്റാണ്. അത് നമുക്ക് പരിഹരിക്കാം, അതിനകത്തുള്ള റബ്ബർ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ സ്പിൻഡിൽ ഓഫ് ചെയ്താൽ അതങ്ങ് നിൽക്കും. അല്ലാതെ നമ്മൾ നേരത്തെ ലീക്കായതുപോലെ വെള്ളം ഒരു ദിവസം കൊണ്ട് ടാങ്കിൽ വെള്ളം തീർന്ന അവസ്ഥയായി പോകും. ഓക്കെ, പൂർണ്ണമായിട്ട് നിന്ന് വരുന്നുണ്ട്. ചെറുതായിട്ട് ചെറിയ ഡ്രോപ്സ് ഉണ്ട്. അത് ഇതിനകത്തുള്ള വെള്ളമാണ്. ഞാനിതിൻ്റെ ടോപ്പ് അഴിച്ചു. പക്ഷേ നമ്മൾ സ്പിൻഡിൻ്റെ വർക്കൊക്കെ ഓക്കെയാണ്. എന്നിട്ടും ലീക്കൊന്നുമില്ല. കണ്ടില്ലേ, നമ്മുടെ വെള്ളമൊന്നും കാണാനില്ല. നമ്മുടെ ഇതിനാണ് പ്രശ്നം. പക്ഷെ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ഡാമേജ് വന്നതിൽ പൊട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ മാറ്റി തന്നെ നമുക്ക് കോസ്റ്റ്ലിയാണ്. കുഴപ്പമില്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്ത് നിറയുന്ന വെള്ളം ഡ്രോപ്സ് ആയിട്ട് പോകും. അത്രയും നഷ്ടമുള്ളൂ. നേരത്തെയൊക്കെ കണ്ടമാനം വെള്ളം പോയതല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു.
ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.